ഒരു നല്ലൊരു മനുഷ്യനെ നന്ദിയുള്ളവനാകാൻ കഴിയുള്ളൂ. ലോകത്ത് കാണുന്ന മുഴുവൻ വ്യക്തികളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നല്ലൊരു വ്യക്തി നന്ദിയുള്ളവനായിരിക്കും. അവന് കിട്ടിയ ഏത് അനുഗ്രഹം, ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിലവന് അള്ളാഹുവിനെ സ്തുതിക്കുന്നവനായിരിക്കും. അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും, നഷ്ടപ്പെട്ടതാണെങ്കിലും ലഭിച്ചതാണെങ്കിലും. അതെന്താ നഷ്ടപ്പെട്ടതെന്ന് പറയാൻ കാരണം? നഷ്ടപ്പെട്ട കാര്യം നമ്മുടെ ചിന്തയിൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ അത് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുമായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ അത് ലഭിച്ചാൽ ഭാവിയിലുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്നവൻ, അത് തരുന്നവനായ യഥാർത്ഥ സൃഷ്ടാവായ റബ്ബ് തന്നെയാണ്. അപ്പോൾ ആ റബ്ബ് നമ്മിൽ നിന്നും അത് അകറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് തരാതിരിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ എന്തോ നഷ്ടം വരാനുണ്ട്. അത് ലഭിച്ചത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഉപകാരമില്ലാത്തൊരു വസ്തു നമുക്ക് ലഭിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഏതൊരു മൊമെൻറ്റിനും നന്ദി ചെയ്യുക, ശുക്റുള്ളവനാകുക, ശുക്ർ ചെയ്യുന്നവനാകുക, നന്ദി ചെയ്യുക. അപ്പം ചോദിക്കുകയാണ്, എൻ്റെ ഏറ്റവും മോശാവസ്ഥയിലാണെങ്കിൽ എനിക്ക് വസ്ത്രം ഇല്ല. അപ്പോൾ അവന് ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുക. അവന് ഉള്ളതിനല്ലേ നന്ദി ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്ത വരുന്നുണ്ടെങ്കിൽ ഉള്ളതിന് നന്ദി ചെയ്യുക. അപ്പോൾ ഇല്ലാത്തത് റബ്ബ് തരും. നമ്മളുള്ളതിന് തന്നെ നന്ദി ചെയ്യാൻ കഴിയാതെ, നന്ദിയില്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഷേക്സ്പിയറിൻ്റെ ഒരു വാക്കുണ്ട്, ഷൂവിന് വേണ്ടി ഞാൻ കരയുമായിരുന്നു, പക്ഷെ കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഞാനത് നിർത്തിയെന്ന്. അപ്പോൾ നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക. വീടുണ്ടെങ്കിൽ വീടില്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുക, ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുക, 2 കൈകളുണ്ടെങ്കിൽ കൈയില്ലാത്തവനെ കുറിച്ച് ചിന്തിക്കുക, 2 കണ്ണുണ്ടെങ്കിൽ കണ്ണില്ലാത്തവരെ, കാഴ്ചശക്തി ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുക. നമുക്ക് എന്താണോ ഉള്ളത്, എന്ത് നിങ്ങളില്ലാന്ന് പറഞ്ഞാലും അതിന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് നന്ദി ചെയ്യാൻ കഴിയും, ശുക്ർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ മാക്സിമം നന്ദി ചെയ്യുന്നവരാകുക. ഈ നായ എടുത്ത് നോക്കി, നായയെ നോക്കിയാൽ പോലും നായ അതിനെന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് അതിൻ്റെ ഉടമസ്ഥനോട് അല്ലെങ്കിൽ ആ ഉപകാരം ചെയ്ത വ്യക്തിയോട് മുമ്പ് വന്നിട്ട് വാലാട്ടുന്നൊരു ശീലം നായക്ക് പോലും ഉണ്ട്. അത് നന്ദി പ്രകടന. അതുപോലെ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായിട്ട്, നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുക. നമ്മൾ മനുഷ്യന്മാരെടുത്ത് നോക്കിയാൽ തന്നെ നമ്മളൊരാൾക്ക് കുറേ കാലമായിട്ട് ഉപകാരം ചെയ്യുന്നുണ്ട്, അയാളെ നമുക്കൊരു നന്ദി പ്രകടനം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഉപകാരം ചെയ്യാൻ തോന്നൂല. മനുഷ്യൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നന്ദി ചെയ്യുന്നവരാവുക. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊരു കോട്ട് കണ്ട്, തന്നതിനും തടഞ്ഞതിനും നന്ദി പറഞ്ഞിട്ട്. എന്നതുപോലെ എല്ലാത്തിനും നന്ദി ചെയ്യാൻ കഴിയണം നമുക്ക്. എന്നോടടക്കമാണ് ഞാൻ പറയുന്നത്. ഇന്ന് മുതൽ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണമല്ലോ.